ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഞാൻ സൽക്കാരത്തിൻ്റെ വീഡിയോ ചെയ്തു തരാം, അതിൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഒരിക്കൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ള 2 പുഡിങ് ഞാൻ ചെയ്തതാണ് വീഡിയോ ആയിട്ട്. അപ്പോൾ ചെയ്യാത്ത പുഡിങ് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വരൂ. അപ്പോൾ ആദ്യമായിട്ട് ജെല്ലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്നതിനെക്കാട്ടും വീട്ടിലാണ് ജെല്ലി ഉണ്ടാക്കുന്നത് നല്ലത്. അതാകുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരളവിനെ ഉണ്ടാക്കേണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 6 കപ്പ് 250 മെസറിങ് കപ്പിൽ 6 കപ്പ് വെള്ളവും ആ ജെല്ലിക്ക് ആവശ്യമായ പഞ്ചസാര, അതിനൊന്നും അത്ര അളവില്ല, നിങ്ങൾക്ക് ജെല്ലിക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 കപ്പിലേക്ക് 4 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് വേണ്ടത്. 6 കപ്പ് വെള്ളത്തിന് 4 ടേബിൾ സ്പൂൺ ജലാറ്റിൻ. അപ്പോൾ ആ ജലാറ്റിൻ നേരിട്ട് ചേർക്കുന്നതിന് നല്ലത് ഇതുപോലെ പച്ചവെള്ളത്തിലൊന്ന് മിക്സാക്കി ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജലാറ്റിൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു കട്ട പോലും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ അലിഞ്ഞങ്ങ് ചേർന്നോളും. നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇപ്പം ജലാറ്റിനെല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ട പോലും ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു 6 കപ്പിൻ്റെ അളവിനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതിന് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോരോ പാത്രത്തിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെല്ലീൻ്റെ റെസിപ്പിയായി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ളത്, ഞാൻ ഇതിനു മുന്നേ ഫലൂദൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ ജെല്ലിയൊക്കെ വേണം. അപ്പോൾ നമുക്ക് ജെല്ലിയൊക്കെ കടയിൽ നിന്നും വാങ്ങാതെ ഇതുപോലെ നമ്മളെടുത്ത് ജലാറ്റിൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോരോ പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി, പിസ്ത, പൈനാപ്പിൾ ഈ ഒരു ഫ്ലേവറിലാണ് ജെല്ലി റെഡിയാക്കുന്നത്. എനിക്കിപ്പോൾ ഇത് ഓർഡറിന് കൊടുക്കാനുള്ള ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഓരോരോ പാത്രത്തിലാക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് വെക്കണം, അപ്പോഴൊക്കെ നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പുഡിങ്ങിൽ, ഞാൻ സെയിൽ ചെയ്യുന്ന പുഡിങ്ങിൽ 2 ചൈന ഗ്രാസാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. 20 ഗ്രാമിൻ്റെ 2 ചൈന ഗ്രാസ്, 2 പാക്കറ്റ് പാലിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ കൊടുക്കാൻ കാരണം, നമ്മൾ കൊടുക്കുന്ന പുഡിങ് അവിടെ എത്തിയിട്ട് അവർ കുറേ സമയം പുറത്ത് വെക്കും. അപ്പോൾ അത് വെള്ളം പോലെ ആവും. അപ്പോൾ നമ്മൾ 2 ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആവില്ല, നല്ല കട്ടിയിൽ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കൂട്ടാം. ആ 1 ടേബിൾ സ്പൂണിലേക്ക് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുത്ത് 2 പേക്ക് പാലൊഴിച്ച് അത് തിളച്ചതിന് ശേഷം പിന്നെ നമ്മുടെ 1 കപ്പ് സാബുനരിയാണ് ചേർത്തത്. വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ സാബുനരി. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൊടിയും കൂടി ചേർത്ത് ഇത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് സാഗോ പിസ്ത പുഡിങ്. അപ്പോൾ ഒരേ ലെവലിലായിരിക്കണം, അത് ഞാൻ മുന്നേത്തെ പുഡിങ് വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ ഇതിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ 2ൻ്റെ ചൂട് ഒരേ ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇതിവിടെ റെഡിയാക്കുന്ന സമയത്ത് അപ്പുറത്ത് ചൈന ഗ്രാസും റെഡിയാക്കി എടുക്കലാണ് പതിവ്.
അപ്പോൾ നമ്മളിതിൽ സാബുനരി വേവിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, കാരണം ഈ പാലിൽ കിടന്ന് സാബുനരി വേവില്ല. പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു 4-5 തുള്ളി പിസ്ത എസൻസ് ആണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് എന്നോട് ചോദിച്ചത് കുറേ പേര്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓർഡറിൻ്റെ സമയത്ത് ഈ വീഡിയോ എടുക്കാനും കുറേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്, കാരണം ഒരു ഭാഗത്ത് വീഡിയോ എടുക്കണം, ഒരു ഭാഗത്ത് സാധനമൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ എനിക്ക് ശനിയാഴ്ച ആയിരുന്നു ഓർഡർ. അപ്പോൾ ഞാനിത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. എല്ലാം ഒന്ന് സെറ്റായി കിട്ടണ്ടേ. പിറ്റേന്ന് രാവിലെയാണ് മുട്ടമാല റെഡിയാക്കിയെടുത്തത്. അപ്പോൾ മുട്ടമാലേൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല. സൽക്കാരത്തിൻ്റെ വീഡിയോയിൽ മുട്ടമാല വീഡിയോ ചെയ്തതാണ്. പിന്നെ കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയും ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ക്രീം പുഡിങ്ങിൻ്റെ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ചെയ്യാത്ത പുഡിങ് റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങളോട് വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ അലങ്കരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നീട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയായി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത പുഡിങ് ഉണ്ടാക്കുന്നത് നമ്മുടെ കുനാഫ പുഡിങ്ങാണ്. അപ്പോൾ 400 ഗ്രാമിൻ്റെ റോസ്റ്റഡ് സേമിയം തന്നെയാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇനിയിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കണ്ട, വറുത്തിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തുണ്ടാക്കുക. ഞാനിപ്പോൾ ഓർഡർ ആയതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് റോസ്റ്റഡ് ഗുനാഫ ഇത് തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ റോസ്റ്റ് ചെയ്തെടുക്കുമെന്ന് വേണ്ട. കുറച്ച് സമയം ഇതുപോലെ പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചിട്ടോ പൊടിക്കാതെയോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഗ്ലേസിങ് പുഡിങ്ങിന് കിട്ടേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പഞ്ചസാര പൊടിക്കാതെ ഇങ്ങനെ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗുനാഫേൻ്റെ ക്രീം റെഡിയാക്കി എടുക്കണം. അതിനിപ്പോൾ ഞാൻ 2 പാക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാലിൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാമിൻ്റെ 2 മിൽക്ക് മേഡും പിന്നെ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൊടുക്കുന്ന പുഡിങ്ങൊക്കെ ഞാൻ ടേസ്റ്റോടെയാണ് കൊടുക്കാറുള്ളത്, ഇൻഗ്രീഡിയൻസിന് കുറവൊന്നും വരുത്താറില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 പാക്കറ്റ് പാലായതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ല 1 പാക്ക് പാലിൻ്റെ അളവിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താൽ മതി. ഞാനിപ്പോൾ 2 പാക്ക് പാലിൻ്റെ അളവിലാണ് എല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കോൺഫ്ലവറൊക്കെ ഇതിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നിടത്ത് നിന്ന് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ ഗുനാഫേൻ്റെ സേമിയം ഇതുപോലെ നിരത്തി കൊടുത്തിട്ടാണ് ഈ ക്രീം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്രീം ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സേമിയം നിരത്തി കൊടുക്കും. അപ്പോൾ ഫുള്ള് സേമിയം ഇതുപോലെയാണ് ഞാൻ താഴെ ചെയ്തത്. ആദ്യം സേമിയം ഇതുപോലെ നിരത്തി കൊടുക്കുക, പിന്നെ ക്രീം ഒഴിക്കുക, പിന്നെ ഇതുപോലെ സേമിയം ഇതുപോലെ നിരത്തി കൊടുക്കുക. ഇതെല്ലാവരുടെയും ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ലൊരു വെറൈറ്റി പുഡിങ്ങാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെയും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. എവിടെയും വിട്ടു പോകാതെ ഫുള്ളായി കവർ ചെയ്ത് ഇതുപോലെ അമർത്തി കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടതാണ്. അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട്
പിസ്ത പൊടിച്ചിട്ടോ പൊടിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ഇതുപോലെ ഡെക്കറേഷന് വേണ്ടി ഇതുപോലെ നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പിസ്തയും കൂടി വെച്ച് അലങ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം, അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുഡിങ്ങും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിസ്ത വെച്ചിട്ടും കൂടി അലങ്കരിച്ചിട്ട് ഇതും അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് പിറ്റേന്ന് രാവിലെ മുട്ടമാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സഹായത്തിന് അനിയത്തി വന്നിരുന്നു. കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ഓള് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇനി അടുത്ത പുഡിങ് റെസിപ്പി നോക്കാം. അപ്പോൾ ഈ പുഡിങ് നമ്മളെ ഗ്ലാസ് പുഡിങ്ങാണ്. നമ്മളെ ഗ്ലാസ് പുഡിങ് അല്ല, നമ്മളെ ജെല്ലി പുഡിങ്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ പാനിലേക്ക് 2 പേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം തണുക്കുമ്പോൾ മധുരത്തിന് കുറവ് വരും. പിന്നെ അതുപോലെ തന്നെ 2 ചൈന ഗ്രാസും ഒരേ ചൂട് ലെവലിൽ തന്നെ 2 പേക്ക് ചൈന ഗ്രാസ്. ഒരു പേക്കിൽ എന്തായാലും 10 ഗ്രാമേ ഉണ്ടാവും. 2 പേക്കിൽ 20 ഗ്രാം ചൈന ഗ്രാസാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഇതും കൂടി റെഡിയായി. അപ്പോൾ നമ്മൾ പുഡിങ് ചെയ്യുമ്പോൾ അധികം പാല് തിളച്ച് വറ്റിച്ചൊന്നും എടുക്കണ്ട. പാലൊരു തിള വരുമ്പോഴേക്കും അത് ഇറക്കി വെക്കണം. ആ സമയത്ത് നമ്മളെ ജെല്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ജെല്ലിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഫലൂദക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഈസിയായി ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 5-10 മിനിറ്റ് ഒരു പണിയേ ഉള്ളൂ ജെല്ലി ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലി ഉണ്ടാക്കുന്നതിന് നല്ല നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ജെല്ലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വെക്കേണ്ട ജെല്ലി അവിടെ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കുറേ കട്ടാക്കിയതാണ്. മക്കൾ വന്ന് ജെല്ലി എടുത്ത് കൊണ്ടുപോകുന്ന എല്ലാം വീഡിയോയിലുണ്ടായിരുന്നു. ജെല്ലി ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ ഇതുപോലൊരു പുഡിങ് ട്രേയിലേക്ക് ജെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഈ ജെല്ലി പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാക്കി വെച്ച പാൽ മിക്സ് കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ ചേർക്കാവൂ. ഞാൻ ഈ 5 പുഡിങ്ങും ഒപ്പം ഉണ്ടാക്കുന്ന തിരക്കിന് കുറച്ച് ചൂടോടെ അങ്ങ് ചേർത്ത് പോയി. അപ്പോൾ ഈ ജെല്ലിയൊക്കെ മെൽട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കിൽ എനിക്ക് എന്തൊക്കെയോ അങ്ങ് സംഭവിച്ചു പോയി. അപ്പം പാല് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ ജെല്ലിയിൽ മിക്സ് ചെയ്യാവൂ, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പുഡിങ് നല്ല ടേസ്റ്റിയാണ്. എന്നാൽ നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പുഡിങ് റെസിപ്പീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ലിങ്ക്. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഇതിന് നമുക്ക് ചൈന ഗ്രാസിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ പാലും കസ്റ്റേർഡുമാണ് ഉപയോഗിക്കുന്നത്, പിന്നെ മിൽക്ക് മേഡും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതുണ്ടാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ പിസ്ത വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത്. നമുക്കിത് ഒരു ലെയർ വേണമെങ്കിൽ ഒരു ലെയർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം ഒഴിച്ചിട്ട് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ
ബ്രെഡ് കസ്റ്റർഡ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് ഇതിപ്പം എടുക്കാൻ ആൾ വരും. ആ സമയത്താണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പൈനാപ്പിൾ ക്രീം പുഡിങ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് സാഗോ പിസ്ത പുഡിങ്. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുനാഫ പുഡിങ്. പിന്നെ ഇത് ജെല്ലി ക്രീം പുഡിങ്, മിൽക്ക് പുഡിങ് എന്തെങ്കിലും പറയാം. പിന്നെ മുട്ടമാലേൻ്റെ റെസിപ്പി ഞാൻ സൽക്കാര വീഡിയോത്തിൽ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയി ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. വീഡിയോ അതേ കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.